ഈ തക്കാളി കൊണ്ട് നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് ലഞ്ചിന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുക്കറിൻ്റെ അകത്ത് 1 കപ്പ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് റൈസിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അത് അടച്ച് വെച്ച് വേവിക്കണം. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ അകത്ത് ടേബിൾ സ്പൂണിൻ്റെ അകത്ത് 1/2 ഉപ്പ് എടുത്തിട്ടുള്ളൂ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിക്കാം. ഇതിപ്പോൾ റോ റൈസ് ഞാൻ സോക്ക് ചെയ്യാതെ ഇട്ടേക്കുന്നത്. അപ്പം ഒരു 5 വിസിൽ വരെ നമുക്ക് അടിക്കാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണയായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കണം. ഞാൻ 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇപ്പോൾ കാണാം. ഇതൊരു 7 വെളുത്തുള്ളി ഉണ്ട്, പിന്നെ 1 സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ വറ്റമുളക് 2 എണ്ണം, 1 പച്ചമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. അത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് പിന്നെ എടുത്തേക്കുന്നത് ഒരു 1.5 തക്കാളി അരിഞ്ഞതാണ്. ചെറിയ ബ്ലോക്സ് ആയിട്ടാട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ചെറിയ ബ്ലോക്കായി അരിയുക, എന്നാലാണ് നന്നായി ഇത് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്ലഷ് ആണെങ്കിൽ അതിലേക്ക് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാം. ഇതിപ്പം കടുക് മുഴുവൻ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൽ അടുത്തായി ജസ്റ്റ് വറ്റമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എനിക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കുന്നതാണ് പ്രശ്നം. ആരും മിക്സ് ചെയ്യത്തില്ല. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അത് ഉള്ളി വരണ്ടി കിട്ടാനുള്ള ഉപ്പാണ്. എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വേണമെങ്കിൽ കുറച്ച് വെക്കാട്ടെ. എനിക്ക് വെക്കാമെങ്കിൽ ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, ഇത് ഭയങ്കരമായി ബ്രൗണിഷ് ഒന്നും ആവേണ്ട കാര്യമില്ല. ബ്രൗണിഷ് അല്ലെങ്കിൽ ഗോൾഡൻ ആവുന്ന, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത് ഇവിടെയൊക്കെ ഗോൾഡൻ കളറിലായി തുടങ്ങുന്നു. ഈ ഒരു സമയം കണ്ടോ, ഇവിടെയൊക്കെ ആയി. ഈ ഒരു സമയത്ത് നമുക്ക് ഈ തക്കാളി അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ക്യൂബ്സായി നടക്കുന്നത് ഇതിങ്ങനെ വിട്ട് പോകുന്ന ടേസ്റ്റ് പോലെ തക്കാളി ഇല്ല തുറന്ന് ടേസ്റ്റ് ആയിക്കോളും. പിന്നെ ജസ്റ്റ് ഇളക്കി വേവിച്ച് കൊടുത്താൽ മതി. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ടേസ്റ്റ് പോലെ ആയിക്കോളും. തക്കാളിക്ക് ആവശ്യമായ 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അപ്പോൾ ഇടയ്ക്കൊന്ന് ഉപ്പ് കൂടുതലാണോ ഇല്ലയോ എന്നൊക്കെ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കാവുന്നതാണ്. ഇതിപ്പം ഞാനിതിൽ 1 കപ്പിനുള്ളതാണ് പറയുന്നത്. 1 കപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു നോർമലി ഇച്ചിരിയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു 3 ആൾക്കാർക്ക് കഴിക്കാനാണ്. അപ്പോൾ കറക്റ്റാണ്. കണ്ടില്ലേ, ഇത് കണ്ടോ, തക്കാളി ഇങ്ങനെ വിട്ട് വരും.
ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ മതി. കുറച്ചുകൂടെ നല്ലത് വെക്കാവാൻ മൂടി വെച്ച് വേവിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ വെന്ത് വെള്ളം പോലെ വരും. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് എന്തൊക്കെയാണ് കൊടുക്കാൻ കൊടുക്കുന്നത് നല്ല വെള്ളമാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ആവിയുടെ വെള്ളത്തിലും പിന്നെ ആ ഓയിലും കിടന്ന് വെന്തോളും. ഏകദേശം നല്ല ടേസ്റ്റൊക്കെ പോലെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച്, മാക്സിമം 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരുപാട് വേണ്ട. ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാനിപ്പം 1/2 ടേബിൾ സ്പൂൺ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കാൻ ഓർക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി നന്നായി കരിഞ്ഞ് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നന്നായി എല്ലായിടത്തും ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വരുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം ഇതാണ് കറക്റ്റ് നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ ഗ്രേവിയുടെ മിക്സിൻ്റെ പാകം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ റൈസ് ഏറ് പോകാൻ വെച്ചാൽ നോക്കാം. വെച്ചിട്ടുണ്ടാവും, ഏറൊക്കെ പോയിട്ടുണ്ട്. നല്ല വെന്ത് ഇരിപ്പുണ്ട്. നമുക്ക് നല്ല വെന്തായി ഇരിപ്പുണ്ട്. ചൂടേറൊക്കെ പക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയി കുറഞ്ഞ് ഇട്ട് കൊടുക്കാം. 1 by 1 ആയി ഇട്ട് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കേണ്ട. ഇളക്കാൻ നല്ല പാടായിരിക്കും. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. എരിവ് കുറവ് വേണ്ടവർ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം എന്നതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ പാതി എടുത്താൽ മതി. വറ്റമുളക് ഇടുമ്പോഴത്തേക്കും നല്ല ഫ്ലേവർ കിട്ടും. വറ്റമുളകും മറ്റേ ഗാർലിക്കൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവർ നന്നായി ഇറങ്ങും. റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇളക്കുന്ന കുറച്ച് നല്ല പണിയാണ്. കൈ നന്നായി വേദനിക്കുന്നുണ്ട്. വീണ്ടും പറയാം, ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് ചെയ്യാവുള്ളൂ. അതെല്ലായിടത്തും ഈ വെള്ള ചോറ് കാണുന്നില്ലേ, അത് എല്ലായിടത്തും പിടിക്കണം. അപ്പോൾ ജസ്റ്റ് ആ റെഡിഷ് കളർ എല്ലായിടത്തും വരാൻ പാകത്തിന് ഇളക്ക് എല്ലായിടത്തും ചെന്നാൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പറ്റുന്ന രീതിയിൽ ഞാൻ ഇളക്കി എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം സാധനം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വെക്കുന്ന റെഡിയായി. പാരലലി മറ്റേ എയർ പോകാൻ വേണ്ടി റൈസ് വെച്ച സമയം കൊണ്ട് പാരലലി നമ്മൾ ഇത് റൈസ് ടൊമാറ്റോയുടെ മറ്റേ കടുക് പൊട്ടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കി. കാരണം രണ്ടും കൂടെ പാരലലി ഇതൊക്കെ റെഡിയായി. ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. ലഞ്ചിന് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ പിള്ളേർക്ക് രാവിലെ വേണമെങ്കിൽ റൈസ് കഴിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണ്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ്.